എല്ലാവരും വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിൽ കാണിച്ച ചിക്കൻ സ്റ്റൂ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല കൂളായിട്ട് അവർക്ക് വിളമ്പുകയും ചെയ്യാം. എല്ലാവർക്കും അതിൻ്റെ രുചി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ ആ ചിക്കൻ റെസിപ്പിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ഡിഷ് തന്നെയാണ്. ചപ്പാത്തിയുടെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ പാലപ്പമോ കള്ളപ്പമോ ഒക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാം. ഈവൻ ഇടിയപ്പത്തിൻ്റെ വരെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചിക്കൻ സ്റ്റൂവിലേക്ക് കടക്കാം. ചിക്കനൊക്കെ കഴുകി ഇവിടെ റെഡി ആക്കി നുറുക്കി ഞാൻ ചെറുതായിട്ടാണ് നുറുക്കിയേക്കണേ. അത് ഇതിന് മറ്റ് മസാലകൾ ചേർക്കുമ്പോൾ കാണിച്ചു കൊടുക്കാം പീസ് എടുത്ത്. ഇപ്പം ദേ അതിന് പാകത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് വേപ്പിലേക്ക് മുമ്പ് കാണിച്ചു തരാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. വേപ്പിലയുടെ ഉള്ളിൽ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വേപ്പില മീതെ അങ്ങ് പറിച്ചിട്ടതാ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിന് ആവശ്യമുള്ളത്. അത് ഇന്ന അളവെന്നില്ല കേട്ടോ. സ്റ്റൂവിന് എരിവ് ഒട്ടും പാടില്ലല്ലോ. അപ്പൊ 2-3 പച്ചമുളക് ഞാൻ ചേർത്തു ഏതായാലും. പിന്നെ നമുക്ക് കുരുമുളക് ലാസ്റ്റ് ചേർക്കാനുണ്ട്. ഇത് പിന്നെ ദേ പൊട്ടറ്റോ, ക്യാരറ്റ് കണ്ടോ. ദേ കുറച്ചേ ഉള്ളൂ, പീസുകൾ കുറച്ചല്ലേ ഉള്ളൂ. ഇനി ചിക്കൻ്റെ പീസ് കാണിച്ചു തരാം. ഈ വലിപ്പത്തിനാണ് നമ്മൾ പല ഉണ്ട്. ചെറിയ പരമാവധി ചെറിയ പീസ് ആക്കുവാണെങ്കിൽ ചിക്കനിലേക്ക് എല്ലാം പിടിച്ചോളും. ഇതിപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തുള്ള ഒരു ഇതല്ലേ സ്റ്റൂ എന്ന് പറയുമ്പോൾ. അപ്പം പിന്നെ അതിലേക്ക് കഷ്ണത്തിലേക്കൊക്കെ ഒന്ന് മറ്റരപ്പുകളില്ലല്ലോ. ഇറങ്ങണമെങ്കിൽ പരമാവധി ചെറിയ പീസാണ് നല്ല. പിന്നെ ചിലതൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ട് കേട്ടോ പീസുകൾ. എങ്കിലും പരമാവധി ചെറുതാക്കിയാണ് നോക്കിയേക്കണം. ഈ ടൊമാറ്റോ ലാസ്റ്റാണ് ചേർക്കണം. അത് അന്നേരം കാണിക്കാം. കുരുമുളകൊക്കെ ചതച്ച് ചേർക്കുമ്പോഴാണ്. ഇതിപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പൊട്ടറ്റോ, ക്യാരറ്റ് ഇതെല്ലാം കൂടെ ചേർത്തേച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ സ്വല്പം വെള്ളമുണ്ട്. ആ വെള്ളം കൂടാതെ ഞാൻ സ്വല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചേച്ചാണ് വേവിക്കണത്. രണ്ടാം പാല് കുറച്ചങ്ങ് ഒഴിച്ചാൽ മതി. ബാക്കി പിന്നെ നമുക്ക് ചാറിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അത്ര മതി, അത് മതി. ഇനിയിപ്പം നമുക്ക് ബാക്കി ചാറായിട്ട് എടുക്കാനായിട്ട് ചാറ് വേണമല്ലോ ഇതിന്. സ്റ്റൂ പറഞ്ഞതാണല്ലോ. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുവാണേ. ഗ്യാസ് ഓൺ ചെയ്ത് ഇത് വേവാനായിട്ട് വെക്കാം. ഞാനൊന്ന് ഇളക്കിക്കോട്ടെ. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. വെന്ത് കഴിയുമ്പോൾ 3/4 വേവായി കഴിയുമ്പോൾ ഈ രണ്ടാം പാല് ബാലൻസ് ഉള്ളത് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തലപ്പാൽ ഒഴിക്കണം. പിന്നെ കുറച്ച് സംഭവമൊക്കെ ചേർക്കാണ്ട് അത് അന്നേരം കാണിക്കാം. മൂടി വെക്കട്ടെ. മൂടി വെച്ചോ. ഇനി നമ്മളിതേ ഏതാണ്ട് ചിക്കൻ ഈ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേഗം വേവൂല. 3/4 വേവായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ടൊമാറ്റോയുടെ 3/1 എടുത്തിട്ടുള്ളൂ കേട്ടോ. അരിഞ്ഞ ഇതിലേക്ക് ഇടാനായിട്ട് അതങ്ങ് ചേർക്കുവാണ്. പിന്നെ സ്വല്പം രണ്ടാം പാലും കൂടെ നമുക്ക് ചേർക്കാം. സ്വല്പം മതി. ബാക്കി നമുക്ക് ലാസ്റ്റ് തലപ്പാലിന് മുമ്പ് ഒഴിക്കാം. കുറച്ച്. ഇത് രണ്ടാം പാലിന് രണ്ടാം പാല് കുറച്ചൊഴിച്ചാണ് വേവിക്കാൻ വെച്ചത്. അപ്പം 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈ പാലങ്ങ ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ കിടന്ന് വേവിച്ചാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. അത് കാരണം ഞാൻ അതങ്ങ് ഒഴിച്ചതാട്ടോ. രണ്ടാം പാലിൻ്റെ കുറച്ച് പോർഷനും കൂടെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഇരിക്കണ രണ്ടാം പാലും സ്പൈസസ് ചതച്ച് വെച്ചേക്കണതും കൂടെ ചേർക്കാം. ഞാൻ ഇതിന് ചേർക്കാനായിട്ട് ഒരു 5-8 കുരുമുളക്, 2-3 ഗ്രാമ്പു, 2 ഏലക്കായ, ഒരു കുഞ്ഞ് പീസ് പട്ട
അത്രയും ചതച്ചെടുത്തതാ ഇടികല്ലിൽ കേട്ടോ. അത് ഈ രണ്ടാം പാല് കുറച്ചിവിടെ കപ്പിലിരിപ്പുണ്ട്, അതിലേക്ക് ചേർക്കുക. അല്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഞാൻ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ ഒഴിക്കാൻ പോകുന്നത്. നമ്മുടെ രീതി ഇങ്ങനെയാണ് മാത്രം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മണമൊക്കെ വന്നു തുടങ്ങിയില്ല. പിന്നെ നല്ല സ്മെല്ല്. ചിക്കൻ എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അതും വേവായി, പക്ഷെ അങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ എല്ലാ സംഗതിയും ചേരട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ എടുക്കാം കേട്ടോ കറി, ചിക്കൻ സ്റ്റൂ ചപ്പാത്തി. ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. രണ്ടാം പാലും സ്പൈസസും ഒക്കെ ചതച്ചതെല്ലാം ചേർത്ത് അതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ ഒരുവിധം കുറുകലായി. ഇനി ഇതേ മെയിൻ തലപ്പാല്. ആ തലപ്പാലില് വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്, കാണാനില്ല, അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്ന്. അതായത് ഒരു 4-5 കാഷ്യൂ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് ഞാൻ ഇടികല്ലേൽ ഇടിച്ചേച്ച് ഒന്ന് മിക്സ് ചെയ്ത് അരപ്പ് രൂപത്തിലാക്കിയതാണ്. അപ്പോൾ ഒരു അമ്മിക്കല്ലേൽ അരപ്പ് രൂപത്തിലാക്കിയ ഇതിൽ ചേർത്തേക്കുന്നതുകൊണ്ട് പേസ്റ്റ് ആയി പോയി കേട്ടോ. അപ്പൊ അത് ചേർക്കണത് ഒരു ടേസ്റ്റിനും കൊഴുപ്പിനും. കാഷ്യൂ അധികം ചേർക്കരുത്, കൂടുതൽ കൊഴുപ്പായി പോവും. ഇനി ഇതിലേക്ക് ചേർക്കുവാണേ, കറിയിലേക്ക് ചേർക്കുക. ഇതാ അരപ്പ് ഭാഗത്തിനുള്ള ഇടയിൽ അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അതെ ഇനിയിപ്പൊ അതിലേക്ക് അങ്ങ് മിക്സ് ആയിക്കോളും. വേറെ ഒന്നും ചേർക്കാനില്ല. സ്റ്റൂ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് തേങ്ങാപ്പാൽ മേടിക്കുന്നവർക്കാണെങ്കിൽ പിന്നെ പിഴിയാനും ചിരണ്ടാനും ഒന്നും പോകണ്ട, ഇൻസ്റ്റന്റ് ആയിട്ട് ചേർക്കാം. പിന്നെ ഇതിന് ചെറിയ പുളിപ്പൊക്കെ വേണമെന്നുള്ളവർ ചിലർ വിനീഗർ ചേർക്കും, ചിലർ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കും. ഞാൻ അത് രണ്ടും ചേർക്കണില്ല, പകരം ഞാൻ ടൊമാറ്റോയോ ചേർത്തേക്കണം. ആ പുളിപ്പ് മതി നമുക്ക്. ഇനിയിപ്പോൾ നമുക്കിത് തലപ്പാൽ ചേർത്തു, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് മതി, അല്ലെങ്കിൽ പിന്നെ പിരിയൽ പരുവത്തിലാവും. ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടുപാത്രമല്ല ഇതിലിരുന്ന് വറ്റും. നമുക്ക് പെട്ടെന്ന് ഈ ബർണറിൽ നിന്ന് മറ്റേ ബർണറിലേക്ക് ഒന്ന് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് തന്നെ കോരി എടുക്കണം. അതിനു മുമ്പ് ഒരു ഡെക്കറേഷനുണ്ട്, അതൊന്ന് കാണിച്ചിട്ട് നമുക്ക് കോരി മാറ്റാം. ഇങ്ങോട്ട് ഞാൻ വെച്ചു. ഈ സ്റ്റീലിന്റെ പാത്രമായാലും ഏത് പാത്രമായാലും തേങ്ങാപ്പാൽ ചേർത്ത കറി അതിലിരുന്ന് കഴിഞ്ഞാൽ വറ്റും. അങ്ങനെ ഒരു ചെറിയ ടിപ്പുണ്ട് കേട്ടോ ഇതിൽ. അത് പ്രേക്ഷകർക്കൊക്കെ അറിയാമെങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറഞ്ഞതാ. ഇനിയിപ്പോ നമുക്കൊരു ഡെക്കറേഷൻ, ഒരു ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ചെറിയ ഡെക്കറേഷൻ ഉണ്ട്, അതും കൂടെ കാണിച്ചേക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. ഇനി നമ്മുടെ വക ഒരു ഡെക്കറേഷൻ ഉണ്ട്. ചുമ്മാ തക്കാളി, ഇതൊക്കെ ഓപ്ഷണൽ ആണ്. അതൊക്കെ കലാപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ രീതി ചെയ്യാം അല്ലേ. നമ്മുടെ രീതി നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ചിലര് നാരങ്ങാനീര് പിഴിയും, ചിലര് വിനീഗർ ഒഴിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ പകരം ചെയ്തേക്കണേ ഒരു പൊടിക്ക് ഒരു ടൊമാറ്റോയുടെ 4-1 ഞാൻ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് മതിയല്ലോ ഡെക്കറേഷൻ? മതി. എന്നിട്ട് നീ ഫോട്ടോ എടുത്തോ, എന്നിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചോ. നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കാഷ്യൂ, കിസ്മിസ് അല്ല, ബ്ലാക്ക് മുന്തിരിയ, അതെ അതൊക്കെ വേണ്ട രീതിയിലല്ലേ. ഞാൻ നെയ്യിലാണത് വഴറ്റിയത് കേട്ടോ. നെയ്യിൽ വഴറ്റി എപ്പോഴും സ്റ്റൂവിന് ചേർക്കാവുള്ളൂ, അതിൻ്റെതായ ടേസ്റ്റ് വരും. എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കരുത് കേട്ടോ. നെയ്യാണ് വഴറ്റാനായിട്ട് എപ്പോഴും എടുക്കണത്. കുറച്ച് ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും. കാഷ്യൂ ഞാൻ കുറച്ച് ചേർത്തത് ഇതിൽ എന്താന്ന് വെച്ചാൽ അരയ്ക്കാനായിട്ട് ഒരു 4-5 എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചപ്പാത്തിക്കുള്ള ചിക്കൻ സ്റ്റൂ റെഡിയായി അല്ലേ. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് കഴിക്കാൻ പോവാണ്. എനിക്ക് കൊതി പിടിച്ചിട്ട് നിക്കാൻ മേല. ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റ് ആണ്. എനിക്ക് കൊതി പിടിച്ചിട്ട് തീരെ നിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് വഴക്കും പറയുന്നു. അതെ, ടേസ്റ്റ് ചെയ്ത് കോരി എടുക്കല്ലേ, അതിലേക്ക് വീഴൂന്നൊക്കെ അമ്മയുടെ വഴക്കും ഉണ്ട്. പക്ഷെ നിവൃത്തിയില്ല അല്ലേ. അതെ, അപ്പൊ ഞാനിത് എന്തായാലും ഒന്ന് ബ്രെഡിന്റെ ഒപ്പം ആദ്യം ഒന്ന് കഴിക്കട്ടെ. ബ്രെഡിന്റെ ഒപ്പം ആദ്യം കഴിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ. അപ്പോ വ്ളോഗില് ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് കാണിച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്, സൂപ്പർ ആണ്. അതേ കണ്ടോ, അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അപ്പൊ ഇതെന്തായാലും ഞാൻ പോയി വേഗം ബ്രെഡിന്റെ ഒപ്പം ആദ്യം ഒന്ന് കഴിക്കട്ടെ. എനിക്ക് കൊതി പിടിച്ചിട്ട് നിക്കാൻ മേല. അപ്പൊ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡിന്റെ ഒപ്പമാണ് ഇത് കഴിക്കാൻ പോണേ.